ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. ഇൻ ടുഡേയ്സ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും വിചാരിക്കും ചേച്ചി എന്താ ഈ ഒരു ഡ്രസ്സിൽ നിന്ന് ഞാനൊരു ഷോറൂമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു ഡ്രസ്സിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കുറച്ച് പേരുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് സ്കിൻ കെയറിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് സമയം ഇല്ലാത്തവർക്ക്, സ്കിൻ കെയർ ചെയ്യാൻ മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകുമ്പോൾ എങ്ങനെയാണ് സ്കിൻ ഒന്ന് വലിയ പ്രശ്നമില്ലാതെ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, സോപ്പ് ഉപയോഗിക്കുക എന്നുള്ളത്. ശരീരത്തിൽ അതൊരു ക്ലെൻസിങ് ഏജന്റ് ആയിട്ടും ഒരു ഹൈജീനിക് ആ ഒരു പേർപ്പസിനും കൂടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം, ഏറ്റവും കെമിക്കൽ കുറഞ്ഞ ഒരു കാര്യം നമ്മുടെ മേത്ത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് കെമിക്കൽ വളരെ വളരെ കുറഞ്ഞിട്ടുള്ള സോപ്പ് മേത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ സ്കിന്നിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു സോപ്പിനെ പറ്റിയാണ്. ലിവർ ആയുഷിന്റെ പ്യൂരിഫൈയിങ് ടേമറിക് സോപ്പാണ് ഫോർ ക്ലിയർ ആൻഡ് ഗ്ലോവിംഗ് സ്കിൻ. ഈ ഒരു സോപ്പിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി ഈ ഒരു സോപ്പ് എനിക്ക് അവര് റിവ്യൂ പർപ്പസിന് വേണ്ടി അയച്ചു തന്നതാണ്. അത് ഞാൻ എന്തായാലും പറയാണ് നിങ്ങളുടെ അടുത്ത്. ഈ ഒരു സോപ്പിൽ എനിക്ക് കുറച്ചൊന്ന് അട്രാക്ട് ചെയ്തത്, ഒന്ന് ക്യാച്ച് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഈ ഒരു സോപ്പിലുള്ളൂ. അപ്പൊ അതിന് മുമ്പ് തന്നെ നിങ്ങൾ കുറെ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, എന്റെ ഒരു സ്കിൻ കെയർ റെജീമിൽ ഒരു ബ്യൂട്ടി സീക്രട്ട് ഏജന്റ് എന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം മഞ്ഞളാണ്. അപ്പോൾ ഈ ഒരു സോപ്പിന്റെ പരസ്യം ഞാൻ ഇങ്ങനെ ടിവിയിൽ കണ്ടു. തമന്നയുടെ ആഡ് കണ്ടപ്പോൾ അതില് തമന്നയും ശരിക്കും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് മഞ്ഞളും നാൽപ്പാമരാതി തൈലത്തിനെയും പറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്, മഞ്ഞളും നാൽപ്പാമരാതി തൈലവും. പിന്നെ ഇതിൽ ഇവരിങ്ങനെ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു കാര്യം 5000 years ഓഫ് ആയുർവേദിക് വിസ്ഡം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നൊക്കെയാണ്. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതില് മഞ്ഞളുടെ കാര്യം നിങ്ങൾക്ക് അറിയാം. മഞ്ഞള് ശരിക്കും നിങ്ങൾക്ക് അറിയാം സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. അത് മാത്രമല്ല സ്കിന്നിലെ ഇൻഫെക്ഷൻ ആന്റിസെപ്റ്റിക് ആണ്. ഇൻഫെക്ഷൻ ഒക്കെ മാറ്റി നല്ല ക്ലിയർ സ്കിൻ തരുന്ന ഒരാളാണ് മഞ്ഞള്. അത് മാത്രമല്ല നാൽപ്പാമരാതി തൈലവും നമ്മുടെ സ്കിന്നിലെ ബ്ലെമിഷും റാഷും ഒക്കെ കളഞ്ഞിട്ട് ഭയങ്കര ക്ലിയർ സ്കിൻ തരുന്ന ഒരാളാണ് നാൽപ്പാമരാതി തൈലം. അത് രണ്ടും ഈ ഒരു സോപ്പിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ വേറെ ഉള്ളത് സോപ്പിന്റെ ബേസ് ആണ്, പിന്നെ കുറച്ച് കളറിന്റും അടങ്ങിയിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഈ സോപ്പിലുള്ളതെന്നാണ് ഇതിന്റെ എനിക്കൊരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിന്റെ സ്മെല്ലാണ്. സ്മെല്ല് എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു സോപ്പിന് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സോപ്പിൽ ഒരുപാട് കാശുള്ള, ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്നൊന്നും അവർ അവകാശപ്പെടുന്നില്ല. പിന്നെ ഇതിന് 2 വേരിയൻസ് ഉണ്ട്. അലോവേര ഉണ്ട്, കൗസ് ഗീ ഉണ്ട്. പിന്നെ ഇതിന്റെ നോർമൽ പ്രൈസും എല്ലാം, ഒരു പ്രോഡക്റ്റ് പറയുമ്പോൾ അതിന്റെ പ്രൈസും എല്ലാം പറയണല്ലോ. 100 ഗ്രാമിന് 30 rupees ആണ്. എല്ലാ ബിഗ് ബാസ്കറ്റ്, പിന്നെ ആമസോൺ എല്ലാം നിങ്ങൾക്ക്, ഈവൻ നോർമൽ എല്ലാ ഷോപ്സിലും നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് കിട്ടുകയും ചെയ്യും. ഈസിലി അവൈലബിളുമാണ്. ഓക്കെ, അപ്പൊ അഗെയിൻ ഞാൻ പറയാണ്, ഒന്നിനും റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ പറയുന്നത്. ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല സോപ്പ് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്ലിയർലി ഒന്ന് തിങ്ക് ചെയ്ത് എപ്പോഴും ആ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഏറ്റവും കെമിക്കൽസ് കുറഞ്ഞ ഒരു സോപ്പ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇടാൻ നോക്കുക. അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽതി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.